ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇത് നമ്മൾ ദുബായിലുള്ള ടൈമിലെടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം അപ്ലോഡ് ചെയ്യാനും കുറച്ച് വൈകിപ്പോയേ. നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരു 10 ഡേയ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധം നടക്കണ കാരണം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തിരിച്ചു പോരുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഗോൾഡ് സൂക്ക് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഉള്ളത്. വണ്ടിയൊക്കെ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് മെട്രോയിലൊക്കെ ഒന്ന് കയറി ദുബായ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതിയിട്ടോ. വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത്. പിന്നെ അതുമല്ല, മെട്രോയിലൊക്കെ കയറി ദുബായ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു വേറൊരു വൈബ് തന്നെയല്ലേ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷനിൽ നിന്നും മെട്രോ സ്റ്റേഷനിലേക്ക് കയറാൻ വേണ്ടി നിൽക്കണേ. ഇപ്പോൾ അതേ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടേ. നമ്മളെ കയ്യിൽ നോയിൽ കാർഡ് ഓൾറെഡി ഉണ്ടായിരുന്നേ. അപ്പോൾ അത് റീചാർജ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇസുദേ അവിടുത്തെ സെക്യൂരിറ്റിക്ക് കൈയൊക്കെ കൊടുത്ത് എന്തൊക്കെയോ പറയട്ടോ. അയാൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇസുവിനെ. അപ്പോൾ നമ്മളിവിടെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 4 മിനിറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ട്രെയിന്. ആ കറക്റ്റ് ടൈം ആകുമ്പോൾ ട്രെയിൻ വരും. അങ്ങനെ നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനും മീസും നല്ല ആകാംക്ഷയിലായിരുന്നു കേട്ടോ. നമ്മൾ കയറുമ്പോൾ ഇവിടെ സീറ്റൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ അടുത്ത് കുട്ടിയുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരാൾ എനിക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു കേട്ടോ മെട്രോയിൽ യാത്ര ചെയ്ത് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നേ. ഇസും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പൂനും സീറ്റ് കിട്ടിയിട്ടുണ്ട്. The final destination of this train is Expo 2020. The next station is here. Abrash al-Imarat. The final destination of this train is Expo 20. ഇതിനിടയിൽ നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഗ്രീൻ ലൈനിൽ നിന്നും റെഡ് ലൈനിലേക്ക് മാറി കയറിയിട്ടുണ്ട്. അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ്. പുറത്ത് നോക്കുമ്പോൾ ഇതൊരു കൂട് പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ അകത്ത് ചെന്നാലേ ഇതിൻ്റെ ശരിക്കുള്ള വിസ്മയം കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത്രക്കും ഭംഗിയാണ്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ കാണാനുണ്ട്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാറ്, സൈക്കിള് തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരുപാട് റോബോട്ടുകൾ നമുക്കിതിനുള്ളിൽ കാണാൻ പറ്റും. പറക്കുന്ന റോബോട്ട്, പിന്നെ അതുപോലെ ചായ തരുന്ന റോബോട്ട്, ഡാൻസ് കളിക്കുന്ന റോബോട്ട്. ഇത് ഡാൻസ് കളിക്കുന്ന ഒരു റോബോട്ടാണ് കേട്ടോ. ഫുള്ളായിട്ട് വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇവിടെ ഒരു റോബോട്ട് എല്ലാവർക്കും ചായ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഫ്യൂച്ചർ മ്യൂസിയം കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് ഇനി മനുഷ്യന്മാരായിരിക്കില്ല, റോബോട്ടുകളാവും ഈ പണികളൊക്കെ ചെയ്യുന്നത് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു ഈ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഡിസൈൻ കേട്ടോ. ഞാൻ ഒരുപാട് നേരം അതിലേക്ക് നോക്കി നിന്നിട്ടുണ്ട്, എന്താ ഇപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. ഇവിടെ നിന്ന് നെക്സ്റ്റ് നമ്മൾ പോയത് ദുബായ് മാള്, ബുർജ് ഖലീഫ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മളൊരു വേറെ വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.